സഭാധ്യക്ഷന്മാരൊക്കെ ബിജെപിക്ക് അമിത്ഷായ്ക്കും മോദിക്കും നന്ദി പറഞ്ഞു. അവർ നടത്തിയ ഇടപെടലുകൾക്ക് അഭിനന്ദനം അറിയിച്ചതോ തികച്ചും ദൗർഭാഗ്യകരമാണ്. പക്ഷെ പൊതുവിൽ അങ്ങനെയല്ല അവരുടെ നിലപാട്. ഇപ്പോൾ ദീപിക ആദ്യം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേരളം മാത്രമാണ് സുരക്ഷിതം എന്നവരെന്ന് പറഞ്ഞു. കേരളത്തിന് പുറത്ത് ബാക്കി എല്ലായിടങ്ങളിലും അവർ നേരിടുന്ന വേട്ടയാടലുകളെക്കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വന്ന ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമാണ്. അവരും ഭാവിയിൽ നിലപാട് തിരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറഞ്ഞത് അവർ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകളുമായി സംസാരിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഛത്തീസ്ഗഡ് സന്ദർശിക്കുമ്പോൾ റായ്പൂർ ബിഷപ്പിനെ സന്ദർശിച്ചു. റായ്പൂർ ബിഷപ്പിനോട് ഞങ്ങൾ കൗതുകത്തോടെ ചോദിച്ചൊരു ചോദ്യം, ഇവിടെ BJP സർക്കാരാണല്ലോ ഭരിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ബിഷപ്പ് ഹൗസുകൾ തോറും ഇങ്ങനെ കേക്കുമായിട്ട് കേന്ദ്രമന്ത്രിമാർ BJP നേതാക്കൾ കയറിയിറങ്ങുകയാണ്. താങ്കളോട് ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ തയ്യാറായിട്ടുണ്ടോ, അതും നടന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, BJPയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ട് നാളിതുവരെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ അനുവദിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, റായ്പൂരിലെ ബിഷപ്പ് ഛത്തീസ്ഗഡിലെ ബിഷപ്പിനെ തേടി അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നില്ല, BJP വരുന്നേ ഇല്ല, ഒരു കൂടിക്കാഴ്ചയും ഇല്ല, ഒരു ഡയലോഗും ഇല്ല, തെരുവിൽ നേരിടുകയാണ്. ഇവിടെയോ അതേ BJP നേരത്തെ ഞാൻ പറഞ്ഞ ടൈലർ മണിമാരുടെ പണിയെടുക്കുകയാണ്, പോയിട്ട് ചങ്ങാത്തം കൂടുകയാണ്. അങ്ങനെ ചങ്ങാത്തം കൂടി 4 കേക്ക് കണ്ടാൽ ഇവരെയെല്ലാം ആ 4 കേക്ക് കൊടുത്ത് ഈ പുഞ്ചിരി കൊണ്ട് പ്രലോഭനങ്ങൾ കൊണ്ട് കൂടെ നിർത്താമെന്നെല്ലാം കരുതിയാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നല്ല ആത്മാഭിമാനമുള്ള മലയാളികളുടെ വിവേചന ബുദ്ധിയെ അവർ കുറച്ചു കാണുകയാണ്. മലയാളി നന്നായി പത്രം വായിക്കുന്നവരാണ്, നന്നായി വാർത്തകൾ അവലോകനം ചെയ്യുന്നവരാണ്, ഈ രാജ്യത്തെവിടെയും നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ളവരാണ്. അവരാണ് ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് ആ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പിന്നീട് അവരും തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്.